അപ്പോൾ നമ്മളെ അടുത്ത ഗ്രൂപ്പിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്ര വരെ പോവാണ്. എന്താ കൊച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കൊച്ചിൻ്റെ മുഖം കാണിക്കൂ. ഇതാണ് കൊച്ചി. ഇവനെ അങ്ങനെ ക്യാമറന്റെ ഫ്രണ്ടിൽ അങ്ങനെ അധികം കാണാൻ കിട്ടൂല. രാത്രി 11 മണി നമ്മള് ഇവിടുന്ന് നേരെ രാത്രി 11 മണി പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകണ അതിലേക്ക്. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിക്കണം. യോ വണ്ടീന്റെ അവസ്ഥ എന്താണ്? വണ്ടി മൊത്തത്തിൽ എന്താ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ബസ്സാണ്. എന്താ വെച്ചാൽ നമ്മൾ സേഫാണ്. വണ്ടിയിൽ ക്യാമറയും CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആഡിയോസ് അമീഗോസ്. ഇപ്പം ഗൈസ് ഇപ്പം നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പം നമ്മളെ കൂടെ പോര്. നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇപ്പം എത്തും. മംഗള ട്രെയിൻ ഇവിടെ റീച്ച് ആവാനായിട്ടുണ്ട്. അപ്പം ബാക്കി അവിടെ നിന്ന് കാണാം. ഹലോ ഗായ്സ്, ഇപ്പം നമ്മളുള്ളത് ആഗ്രയിലെ താജ്മഹലിനടുത്തുള്ള ചിയ കഫേയുടെ അടുത്താണ്. അധികം ആൾക്കാരുകളിലും എത്തിപ്പെടാത്തൊരു കഫേയാണിത്. ഇപ്പം നമ്മൾ ജയ്സാൽമീറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ജയ്സാൽമീർ ഫോർട്ടിൻ്റെ മുകളിലുള്ള കഫേയിൽ മിക്ക ആളുകൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ചിയ കഫേ പറഞ്ഞാൽ ഈ താജ്മഹലിൻ്റെ അടുത്തുള്ള കഫേയിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും എത്തിപ്പെട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ അപ്പോൾ ഈ കഫേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചുമരുകളിലൊക്കെ കുറേ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാ സ്റ്റെപ്പൊക്കെ കുറച്ച് അധികം കയറാണ്ട്, എന്നാലും ആ മുകളിലെത്തുമ്പോൾ ഇല്ല വ്യൂ. അതെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ചിയ കഫേ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ചിയ കഫേൻ്റെ ഉള്ളിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇനി മുകളിലെ റൂഫ് ടോപ്പിലെ വ്യൂവും കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പം ആ കാണുന്നതാണ് വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള താജ്മഹൽ. അടിപൊളി കഫേ അല്ലേ? അപ്പോൾ നമുക്കിനി ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് താജ്മഹലും കണ്ട് കുറച്ച് കഥകളും പാട്ടുകളൊക്കെ പാടി ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ.